പ്രദേശത്തുനിന്നും വിദേശത്തുനിന്നുമൊക്കെ നിലവിലുള്ള പദ്ധതികളിലേക്ക് വരുന്ന ആൾക്കാരെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ഇപ്പം മലമ്പുഴ വന്നു പോകുന്ന ആൾക്കാർ, കാഞ്ഞിരപ്പുഴയിൽ തുടർന്ന് വന്നിരുന്ന ഈ പദ്ധതിയിൽ എത്തിച്ചേരുന്നവർ, അങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ പ്രദേശങ്ങളിലായി ഡാമുകൾ കേന്ദ്രീകരിച്ചുള്ള ടൂറിസം പദ്ധതികൾ നിലവിലുണ്ട്. നമുക്ക് ആ പദ്ധതി മാത്രം നിന്നാൽ മതിയോ? കുറേ കൂടി ഹൈലൈറ്റ് ചെയ്ത് പുതിയ കാലഘട്ടത്തിൻ്റെ മാറ്റം ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ കൂടുതൽ ആൾക്കാർക്ക് അവസരം കൊടുക്കാനും കാണാനും ആസ്വദിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് രൂപപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത. അപ്പോൾ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായി. സ്ഥലത്തെ സംബന്ധിച്ചുള്ള പ്രശ്നം, ഇതെങ്ങനെ കൊടുക്കും എന്നുള്ളതിൻ്റെ വിഷയം, ഇതെല്ലാം ഒരു ചർച്ച നടന്ന വിഷയങ്ങളാണ്. പക്ഷെ ഗവൺമെൻറ് എന്ന നിലയിൽ ഞങ്ങളതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനും ജനക്ഷേമകരമായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും ഗവൺമെൻറ് ലക്ഷ്യം സബലീകരിക്കുന്നതിനും സാധിക്കണമെങ്കിൽ ഇക്കാര്യങ്ങളിലെല്ലാം ഒരു അയഞ്ഞ സമീപനം സ്വീകരിക്കണം. അംഗൻവാടിക്ക് സ്ഥലം വേണം. MLA തന്നെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അംഗൻവാടിക്ക് സ്ഥലം വേണം. ഒരു അംഗൻവാടി നിർമ്മിക്കാൻ ഒരു 5-6 സെൻറ്റ് സ്ഥലം അവർക്ക് വിട്ടുകൊടുത്താൽ എന്താ കുഴപ്പം? അതോടൊപ്പം ധാരാളം പദ്ധതികൾ, അതിനോടൊക്കെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റും ഉദ്യോഗസ്ഥരും എല്ലാം നല്ല നിലയിലുള്ള സമീപനമാണ് സ്വീകരിച്ചത്. ഈ സ്ഥലം ഡിപ്പാർട്ട്മെൻറ്റ് വിട്ടുകൊടുക്കുകയല്ല, ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ പദ്ധതിയെല്ലാം നടപ്പിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ മേഖലയിൽ വരുന്ന വലിയ മാറ്റങ്ങളൊക്കെ നിദാനമാകാൻ അവസരം ഉണ്ടാകേണ്ട സ്ഥലം ഒരു കാലത്ത് ഒന്നിനും അനുവദിക്കില്ല എന്നുള്ള നിലപാട് നമുക്ക് ആവശ്യമില്ല എന്നുള്ള ആ സ്ഥിതിയോട് യോജിച്ചു എന്ന് പ്രവർത്തിക്കാൻ ഡിപ്പാർട്ട്മെൻറ്റിന് സാധിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഈ പദ്ധതി നടപ്പിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്.